ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി ടീം ഇന്ത്യ വിജയ കിരീടം ചൂടിയത് ആഘോഷമാക്കി ഇടുക്കിയും. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബിഗ് സ്ക്രീനുകളിൽ തത്സമയ സംപ്രേഷണം ഒരുക്കിയാണ് നാട് വിജയം ആഘോഷമാക്കിയത്. പൊതു ഇടങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് കളി കാണുവാനായി എത്തിയത്. ഇതായിരുന്നു ഇന്നലത്തെ കാഴ്ച. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ടൗണുകളിലെത്തി പോരാട്ടം നേരിൽ കാണുന്നു. ഇടയ്ക്ക് ആർപ്പുള്ളി. നെടുങ്കണ്ടം ടൗണിൽ 3 യുവ സംരംഭകർ ചേർന്നാണ് നാട്ടുകാർക്ക് വേണ്ടി കളി കാണുവാനുള്ള അവസരം ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റും പിന്തുണയുമായി രംഗത്ത് വന്നു. ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ഈ പൊതുജനങ്ങൾക്ക് കാണത്തക്ക രീതിയിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്തിനൊപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സോൾ സൗണ്ട്സിന്റെ പ്രൊപ്പറേറ്ററാണ് സരലിന്റെ നേതൃത്വമുണ്ട്. അതുപോലെ തന്നെ നെക്സാടെക്കിന്റെ പ്രിയപ്പെട്ട വൈചേട്ടനുണ്ട്. ഇവരൊക്കെ ഇന്നലെ വൈകുന്നേരം വിളിച്ച് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം സംപ്രേഷണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവിധ പിന്തുണയും കൊടുത്തു. ഇത് പിന്തുണയ്ക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി വിഷൻ ചാനലിന്റെ ഒരു സഹകരണം കൂടി ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 പേരും കൂടെ കൂടിയപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഈ ഫൈനൽ മത്സരം കാണാനുള്ള വലിയൊരു ഭാഗ്യമുണ്ടായി. ഗംഭീര കളിയെന്ന് ആരാധകർ. വീട്ടിൽ ഇരുന്ന് നമ്മൾ ഒറ്റയ്ക്ക് കാണുന്ന പോലെയല്ല, ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോൾ ഒരു 4 or 6 അടിക്കുമ്പോൾ എല്ലാവരും കൂടി ആഹ്ലാദപ്രദമായിട്ട് കാണുന്നതിനും അതിനെപ്പറ്റി ഒരു സന്തോഷിക്കുന്നതിനും നല്ലൊരു ഇതാണ് ഇവിടെ കാണുന്നത്. ഓൾറെഡി കളി കഴിഞ്ഞു. ഇനി അടുത്ത കളിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യങ്ങളിൽ സഞ്ജു സാംസണും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ലപോലെ കളിച്ചിട്ടുണ്ട്. ആദ്യമായി ബിഗ് സ്ക്രീനിൽ വേൾഡ് കപ്പ് കണ്ടതിന്റെ ആവേശം. ഞാൻ വീട്ടിൽ കണ്ടിരുന്നതാണ്. ഇവിടെ സ്ക്രീൻ വന്ന് അറിഞ്ഞപ്പോണ്ടല്ലോ ഞാനും എന്റെ കൊച്ചുകൂടെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. കാരണം ഇത് ഒരിക്കലും നമ്മുടെ സോൾ സൗണ്ട്സും അതേപോലെ നെക്സാടെക് മീഡിയയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അവർ കൊണ്ട് ചെയ്തതിൽ വലിയ കാര്യമായി പോയി. കാരണം ഈ നെടുങ്കണ്ടത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ നമ്മളൊരു 2020 വേൾഡ് കപ്പ് കാണുന്നത്. ഇന്ത്യയുടെ വിജയം കണ്ടതിന് ശേഷമാണ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയത്. അനീഷ് പി, ഇടുക്കി വിഷൻ ന്യൂസ്.